സെമോലിന അല്ലെങ്കിൽ റവ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഇത് എത്രത്തോളം ഹെൽത്തിയാണ്. സെമോലിന അല്ലെങ്കിൽ റവ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡാണ്. അതിൻ്റെ രണ്ട് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് പ്രോസസ്ഡ് ഫുഡാണെന്നും അതിൻ്റെ കാലറി വാല്യൂ കൂടുതലാണ് എന്നുള്ളതുമാണ്. നമ്മളിത് ഉപ്മയാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കാലറി വാല്യൂ പിന്നെയും കൂട്ടുകയാണ് ചെയ്യുന്നത്, ബിക്കോസ് നമ്മളതിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതിനെ വളരെ ഹെൽത്തി ആയിട്ടൊരു കൊഴുക്കട്ടയുടെ ഫോമിലോട്ട് എങ്ങനെ മാറ്റുക, അത് ഡയറ്റിൽ എടുക്കുന്ന സമയത്ത് നമുക്കിത് കാലറി കുറച്ചെടുക്കാൻ സാധിക്കും. സോ അതിനുവേണ്ടി സെമോലിനയും അതേപോലെ തന്നെ റൈസ് ഫ്ലേക്സും അല്ലെങ്കിൽ നമ്മുടെ അവലും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരേ അളവിലെടുത്ത് പൊടിച്ചെടുക്കുക. അതിലോട്ട് നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇഞ്ചിയും അരച്ച് പേസ്റ്റാക്കിയത് കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കടുക് വറുത്തതിന് ശേഷം ഈ സ്റ്റീംഡ് ആയിട്ടുള്ള ബോൾസ് അതിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സാധാരണ കൊഴുക്കട്ടയൊക്കെ പോലെ തന്നെ കാണാൻ നല്ല ലുക്കാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഇതിൻ്റെ കാലറി വളരെ കുറവുമാണ്. ഇടയ്ക്കൊക്കെ റവ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഹെൽത്തിയുമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.